ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയുടെ അടുത്ത് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവർക്കൊക്കെ എൻ്റെ ചോരയാണോ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അച്ഛാ, അവരുടെ പിറകിലും ഉണ്ട് ആളുകൾ കേസ് കൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ആ CI പിടിച്ച് രോഹിത്തിനെ ജയിലിലിടേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന്. അയാളെ ഞാൻ എന്ത് ചെയ്തിട്ടാ? നീതിയും ന്യായവും നടത്തേണ്ട ആളാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഒരു നിരപരാധിയെ പിടിച്ച് ജയിലിലടയ്ക്കാൻ മാത്രം അയാൾ എന്ത് ദുഷ്ടനാണെന്ന് ചോദിക്കുന്നു. അന്നേരം അലീന പറയും, ഒരു സുഖം, പാലായിലെ വലിയ ബിസിനസ്സുകാരനാണല്ലോ അച്ഛൻ വീഴുന്നത് കാണാൻ ഒരു രസം, അതിനു വേണ്ടി മാത്രമാണെന്ന് നമ്മുടെ അലീന പറയുന്നു. എൻ്റെ മോളെ എല്ലാവരും കൂടി ചേർന്ന് ആ കുട്ടിക്ക് ഒരു മനസ്സമാധാനം കൊടുക്കത്തില്ല. എല്ലാവരും കൂടി പറഞ്ഞു ആ കുട്ടിയുടെ മനസ്സങ്ങ് മാറ്റും. അവൾ കോടതിയിൽ ചെന്ന് പറയാൻ പോകുന്നത് രോഹിത്തും കുറ്റക്കാരനാണെന്ന് തന്നെ ആയിരിക്കും എന്നങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട്, അച്ഛൻ ഇങ്ങനെ ശോഭിക്കാതെ നമുക്ക് സമാധാനപരമായിട്ടൊന്ന് ആലോചിക്കാന്ന്. ഇനി എന്ത് സമാധാനം മോളെ? നീ ദയയും കാരുണ്യവും കൊണ്ട് ആ നാട്ടുകാരുടെ അടുത്തേക്ക് തന്നെയല്ലേ പോയത്. ഇപ്പൊ അവരുടെ തനിനിറം നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട്, അതുകൊണ്ടല്ല അച്ഛാ രോഹിത് നിരപരാധിയാണെന്ന് നമുക്ക് മനസ്സിലായതെന്ന്. അച്ഛൻ ഇങ്ങനെ വിഷമിക്കാതെ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ അങ്ങ് കയറി പോവാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അലീനയാണെങ്കിൽ രേവതിക്കുട്ടിയെ ഫോൺ വിളിക്കുക കേട്ടോ. ആദ്യം കുശലാന്വേഷണങ്ങളൊക്കെ നടത്തുന്നു. പിന്നീട് പറയും, ഞാൻ വിളിച്ചത് ഞാൻ ഇന്ന് ശരണ്യയുടെ വീട്ടിൽ പോയായിരുന്നു, പക്ഷെ അവളെ കാണാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ രേവതിക്കുട്ടി പറയും, അതിനൊരു കാരണം വേണ്ട ചേച്ചി എന്തായിരിക്കും അവിടെ കയറ്റാത്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട്, ഞാൻ ഒരിക്കൽ ശരണ്യയെ പുറത്തോട്ട് ഇറക്കിയിരുന്നു. എങ്ങോട്ട്? ടൗണിലേക്കോ? അല്ലടി പെണ്ണെ, പുറത്ത് നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരിക്കൽ അമ്പലത്തിലും കൊണ്ടുപോയി. അന്നേരം അവൾ എന്നോടൊരു രഹസ്യം പറഞ്ഞു, രോഹിത് അവളെ തൊട്ടിട്ടില്ലാന്ന്. ആണോ ചേച്ചി? അതെ, അത് മിക്കവാറും അവരുടെ വീട്ടുകാർ അറിഞ്ഞു കാണും. അതായിരിക്കും എന്നെ അവരുടെ വീട്ടിലേക്ക് കയറ്റത്ത് അവർ പേടിച്ചു കാണുമെന്ന് പറയുന്നു. ആ കൊച്ചതിന് കള്ളൊന്നല്ലല്ലോ പറഞ്ഞ, സത്യല്ലേ? ശരണ്യ പറയുന്നത് എല്ലാവരും കൂടി അവളെ നിർബന്ധിച്ച് പറഞ്ഞെന്നാ. ഇതിന്റെ കുറെ പാർട്ടിക്കാരൊക്കെ ഉണ്ട്, അവർ വിചാരിച്ചു കാണും ഞാൻ ചെന്ന് ശരണ്യയെ എന്നും ബ്രെയിൻ വാഷ് ചെയ്ത് സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുമെന്ന്. അവര് നിരപരാധിയായ രോഹിത്തിനെ കുറ്റക്കാരനാക്കിയതാണല്ലോ, അവർക്ക് പേടി കാണും എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതിക്കുട്ടി പറയും, നിരപരാധിയായിരുന്നിട്ടും രോഹിത് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമല്ല ചേച്ചിന്ന്. ചിലപ്പോ നമ്മുടെ ശരണ്യക്ക് ദയവ് തോന്നി കോടതി മുൻപാകെ സത്യം വെളിപ്പെടുത്തിയ രോഹിത് ചിലപ്പോ രക്ഷപ്പെട്ടേക്കും. എങ്കിലും ചേച്ചി എന്തായിരിക്കും അവരൊക്കെ സത്യത്തെ എങ്ങനെ പേടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അലീന ഒരു ഉപമ പറയുന്നുണ്ട് കേട്ടോ. ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തത്തിൽ ഒരുത്തനാണ് മരിച്ചു പോയതെന്ന് പറഞ്ഞാൽ ആളുകൾ അതൊന്നും വായിക്കത്തില്ല. അന്നേരം ഒരു 10,000 പേരാണ് മരിച്ചതെന്ന് പറഞ്ഞാൽ ആളുകൾ ആ പത്രം മൊത്തം അരിച്ചു പെറുക്കും. അതുപോലെ തന്നെ പീഡന കേസിലൊക്കെ 10-16 പ്രതികൾ ഉണ്ടെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ഒരുത്തൻ ചാടിപ്പോവുകയാണെങ്കിൽ അതവർക്ക് സഹിക്കാൻ വേണ്ടി പറ്റുമോ? അതുപോലെ തന്നെ പീഡന കേസിന് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണത്രേ രോഹിത്തിനെ കൂടി അകത്തിട്ടെന്ന് പറയുമ്പോൾ ആണോ ചേച്ചി എന്ന് ചോദിക്കാട്ടോ. അതെ മോളെ, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാ ഞാൻ വിളിച്ചേ, എന്നാ വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന വെക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശരണ്യയുടെ അച്ഛനും ആ ലേഡി വക്കീലും പാർട്ടി പ്രവർത്തനം കൂടി DYSPയെ കാണാൻ വേണ്ടിയിട്ട് വരുവാണ്. അന്നേരം ഒരു നേതാവ് വിളിച്ചിട്ട് നമ്മുടെ DYSPക്ക് കുറച്ച് ഉപദേശങ്ങൾ അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ DYSPക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് അയാളോട് ചൂടാവാണ് കേട്ടോ. നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിക്കോ, ഞങ്ങൾക്കറിയാം ഞങ്ങളെ പണി ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കേരള പോലീസ് ആയതേ വെറുതെ ഒന്നല്ല എന്ന് പറയുന്നു. അങ്ങനെ വെച്ചതിന് ശേഷം ഇവർക്കിട്ട് നല്ല പണി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പറഞ്ഞിട്ടായിരിക്കുമല്ലേ നേതാവ് വിളിച്ചെന്നെ. സാറെന്തിനാ ഞങ്ങളോട് ചൂടാവുന്നേ? ആ ബിസിനസ്സുകാരൻ്റെ മകനെ ഇറക്കാൻ വേണ്ടിയിട്ട് കുറേ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട് പലരും. അയാൾ കുറേ സുന്ദരിമാരെ ഇറക്കി കളിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, സുന്ദരിമാരോ? എത്ര സുന്ദരികൾ കാണുമെന്ന് പറയുമ്പോൾ ആ ലേഡി വക്കീൽ പറയും, എത്ര എണ്ണാന്നറിയില്ല, എന്താ പേരും അഡ്രസ്സൊക്കെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഒരുത്തിയുടെ പേര് അലീന എന്നാണ് എന്ന് പറയും. അപ്പോൾ ആ DYSP ശരണ്യയുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ആണോടോ? അതെ സാറേ, ഒരിക്കൽ എൻ്റെ വീട്ടിൽ അവൾ വന്നിരുന്നു. എന്നിട്ട് മകളെ പുറത്തേക്കൊക്കെ കൊണ്ടുപോയി, കനാലിൻ്റെ അടുത്ത് കൊണ്ടുപോയി, അമ്പലത്തിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയും, അതൊക്കെ നല്ല കാര്യമല്ലേടോ, പക്ഷേ കേസ് അട്ടിമറിക്കാൻ ശ്രമമുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് സാറേ എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? മകളെ ആ അലീനയുടെ കൂടെ വിടാതിരിക്കുക. നിങ്ങളത് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, എനിക്ക് ആദ്യമൊന്നും സംശയം തോന്നിയിട്ടില്ലാന്ന്. ആ അലീന എന്ന പെണ്ണിനെ തന്റെ മക്കളും കുറെ കോളനിക്കാരും കൂടി ചേർന്ന് കത്തിക്കാൻ വേണ്ടി ശ്രമിച്ചില്ലായിരുന്നടോ. അത് കഴിഞ്ഞല്ലേ തന്റെ വീട്ടിലേക്ക് അവള് വന്ന് കയറിയത്. അന്നേരം താൻ എതിർത്തില്ലല്ലോ എന്ന് പറയുമ്പോഴും നമ്മുടെ ശരണ്യയുടെ അച്ഛൻ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ ആ പാർട്ടി പ്രവർത്തകൻ ചോദിക്കും, അപ്പോൾ സാറിന് എല്ലാ കാര്യവും അറിയാലേ? ഈ പാലാ പോലീസേ വെറുതെ അല്ല ഈ സീറ്റിലിരിക്കുന്ന, കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാം.
എന്ന് പറഞ്ഞിട്ട് ശരണ്യയുടെ അച്ഛനോട് പറയും തൻ്റെ മകൾ അറിയാതെ എന്തോ ഒരു സത്യം അലീനയുടെ അടുത്ത് പറഞ്ഞു, അതിനല്ലേ ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയ തങ്ങൾ ആന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ആ പാർട്ടി പ്രവർത്തകനോടും പ്രോസിക്യൂട്ടറോടും പറയുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ ഒരു നിരപരാധിയെ കൂടി കുരിശിലേറ്റണം, അത്രയല്ലേ ഉള്ളൂ, ഏറ്റിക്കോ എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ കേസ് അട്ടിമറിക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നാന്ന്, എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ എന്നെ ക്രൂശിക്കാൻ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നു. അന്നേരം ഇവരൊക്കെ കൂടി ഇറങ്ങി പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വൈജയുടെ ഭാഗമാണ്. വൈജയ്ക്ക് വീട് വേണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ ബ്രോക്കർ വേറൊരാളെയും കൂട്ടി വരുന്നുണ്ട്. എന്താടോ വീട് ശരിയായെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, എൻ്റെ ഫോണിലെ ഫോട്ടോ എടുത്താൽ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല, ഇത് ഹൗസ് ഓണറാ, അദ്ദേഹത്തിൻ്റെ ഫോണിൽ ഇപ്പോൾ വീട് കാണിച്ചു തരുമെന്ന്. അപ്പോൾ ഈ വന്ന ആ ഹൗസ് ഓണർ ഉണ്ടല്ലോ, അത് വൈജയെ കണ്ടിട്ട് പറയും, എനിക്ക് താങ്കളെ അറിയാം, താങ്കൾക്ക് എന്നെ ഓർമ്മ ഉണ്ടോയെന്ന് അറിയത്തില്ല, ഞാൻ ഒരുപാട് തവണ താങ്കളുടെ ബാങ്കിൽ വന്നിട്ടുണ്ടെന്ന് പറയും. അന്നേരം വൈജ പറയും, ഞാൻ ഹൗസിംഗ് ലോണിൻ്റെ മാനേജറാണ്, ഞാനൊരു ഹൗസിംഗ് ലോണിൻ്റെ ഫോം ഫില്ലപ്പ് ചെയ്ത് തന്നായിരുന്നു, പക്ഷേ അത് മാഡം റിജക്റ്റ് ചെയ്തു, എൻ്റെ പേര് കമ്പളപ്പാറ സജി സെബാസ്റ്റ്യൻ എന്നാണ്. ഓ ഓർമ്മയുണ്ട്, ലോൺ കിട്ടിയില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് പറയുമ്പോൾ വഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് മാഡം ആ ലോൺ തട്ടിത്തെറിപ്പിച്ചത്, പക്ഷെ വഴിയുണ്ടായിരുന്നു, മാഡത്തിന് കാണാൻ കഴിയായിട്ടായിരുന്നു, എൻ്റെ വീടുണ്ടാക്കിയതൊക്കെ ആ ടിപ്പർ ആ വഴിയിലൂടെ കയറിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു ബാങ്കിൽ പോയിട്ട് പുഷ്പം പോലെ അത് സാധിച്ചെടുത്തു, അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അന്നേരം നമ്മുടെ വൈജ പറയുന്നുണ്ട്, എനിക്ക് വീട് ഇഷ്ടപ്പെട്ടു, ഫർണിച്ചറൊക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എല്ലാ ഫർണിച്ചറും ഉണ്ടെന്ന് പറയുന്നു. എൻ്റെ എത്രയാന്ന് ചോദിക്കുമ്പോൾ 20,000, 1,00,000 അഡ്വാൻസ് തരണം എന്ന് പറയുമ്പോൾ, അയ്യോ 3 മാസത്തെ അഡ്വാൻസ് അല്ലേ ആദ്യം വാങ്ങിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാനായതുകൊണ്ട് 5 മാസത്തെയാന്ന് പറയുന്നു. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുമ്പോൾ, അധികം നേരം വൈകരുത്, ഇന്ന് തന്നെ ഉത്തരം പറയണം, മറ്റു ആളുകളും ഈ വീടിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോകുന്നു. അന്നേരം നമ്മുടെ വൈജ ബേബിയോട് സംസാരിക്കുകയാണ്, ബേബി എനിക്ക് വീടൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷെ അഡ്വാൻസ് ആണ് പ്രശ്നം എന്ന് പറയുമ്പം ആ പ്രശ്നം കാണും, മാഡം അയാൾക്ക് ഹൗസിംഗ് ലോൺ പുഷ്പം പോലെ സാധിച്ചു കൊടുക്കുമായിരുന്നെങ്കിൽ 3 മാസത്തെ അഡ്വാൻസ് തുക കൊടുത്താൽ മതിയായിരുന്നു, ഇപ്പോൾ അത് കൊടുക്കാത്ത പക്ഷം ഇങ്ങനെയൊക്കെ സാധിക്കത്തുള്ളൂ എന്ന് പറയുമ്പം ആ ശരി അഗ്രിമെൻ്റൊക്കെ തയ്യാറാക്കിക്കോളാൻ വേണ്ടിയിട്ട് ബേബിയോട് ആവശ്യപ്പെടുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രനാണെങ്കിൽ അലീനയോട് ചോദിക്കുന്നുണ്ട്, മോളെ രക്ഷിക്കാൻ വന്ന ആള് ആരായിരുന്നു മാമച്ചൻ്റെ എന്ന് ചോദിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ രോഹിത്തിനെ രക്ഷിക്കാനും അയാളെ സഹായം തേടാൻ വേണ്ടിയിട്ട് അലീനയോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ മാമച്ചനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അലീന മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ബാലേന്ദ്രൻ്റെ അടുത്ത് ഫോൺ കൊടുക്കുന്നത് വരെ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.